ആദ്യം തന്നെ മനാസ കൺസോളിഡേറ്റഡ് എടുത്ത് അതെടുത്ത് ആ ഷീറ്റ് എടുത്ത് കൺസോളിഡേറ്റഡ് ഷീറ്റ് അതല്ല കൺസോളിഡേറ്റഡ് അല്ല നമ്മളെ ഫോർമാറ്റിങ്ങിന് എടുത്തേ അതിന് മുന്നേ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ കണ്ടെത്തി ഇതൊന്ന് ആ ഡ്യൂപ്ലിക്കേഷന് അത് ക്ലിയർ ചെയ്ത് മൊത്തം ആ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഹോമിലേക്ക് പോവാ ഡിലീറ്റ് ചെയ്ത് കളയണ്ട കൺട്രോൾ ഇസഡ് അതല്ല ഷീറ്റ് 7 പോയതേ പോണു ഇത് വെയിറ്റ് മൊത്തം ഡാറ്റ സെലക്ട് ചെയ്യും എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോവാ എന്നിട്ട് അത് ക്ലിയർ റൂൾസ് താഴേക്ക് വരാം ക്ലിയർ റൂൾസ് ഫ്രം സെലക്ടഡ് സെല്ല് സെലക്ട് ചെയ്യാം ഇത് ഓക്കെ ഇനിയാണ് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ മൊത്തത്തിൽ ആ സ്റ്റുഡന്റിന് താഴെ സെലക്ട് ചെയ്യാം താഴേക്ക് പോട്ടെ മതി അവിടെ വരെ ഇനി അതിൽ എന്തെങ്കിലും പേര് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോവാം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടാ ഡേറ്റ അല്ലടാ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യടാ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരാം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഓക്കെ അടിക്കുക ഓക്കെ അടിച്ചോളൂ അപ്പൊ അതിൽ അഭിലാഷ് എന്ന് മാത്രമാണ് ഡ്യൂപ്ലിക്കേഷൻ ഉള്ളൂ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാം ഇനി നമുക്ക് ഏതെങ്കിലും വാല്യൂ മാത്രം നമുക്ക് കണ്ടുപിടിക്കണേ വീണ്ടും ഡാറ്റ സെലക്ട് ചെയ്യാം മൊത്തം ഡാറ്റ സെലക്ട് അതല്ലടാ ഹോം വാല്യൂസ് അത് ഹോം ക്ലിക്ക് ചെയ്യുക ഹോം പേജ് തന്നെ ക്ലിക്ക് ചെയ്യുക ആ ഡാറ്റ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുക ഇനി വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോവാം ഞാൻ അത് റെക്കോർഡ് ചെയ്തില്ല അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഹൈലൈറ്റ് സെൽ റൂളിലേക്ക് വരാം എന്നിട്ട് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഉണ്ടോ നമ്മൾ നേരത്തെ കൊടുത്ത മലപ്പുറം കൊല്ലം കൊടു ടൈപ്പ് ചെയ്യും കൊല്ലം കണ്ട ഓക്കെ അടിക്കുക അപ്പൊ കൊല്ലം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്കത് കാണിച്ചു തരും അതാണ് ഇത് ഇനിയിപ്പോ ഞാൻ അടുത്തത് പറയാൻ പോകുന്നതാണ് കൺസോളിഡേറ്റഡ് ഇപ്പൊ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെം 1 ക്ലിക്ക് ചെയ്തേ സെം 1 മനാസിന് ഫിസിക്സിന് 50 മാർക്ക് ഉണ്ട് കെമിസ്ട്രിക്ക് 60 മാർക്ക് ഉണ്ട് സെം 2 ക്ലിക്ക് ചെയ്തേ അതിൽ ഫിസിക്സ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കാം പുതിയ ഷീറ്റ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് 11 പേര് മാറ്റാം കൺസോളിഡേറ്റഡ് മാർക്ക് എന്നാക്കാം റീനെയിം ചെയ്യുക കൺസോളിഡേറ്റഡ് മാർക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് 50, 60 ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാ 50, 60 ഒക്കെ ഡിലീറ്റ് ചെയ്യുക ഇത് എങ്ങനെയാ ചെയ്യണം എന്ന് വെച്ചാൽ അതായത് സെം 1 സെം 2 മാർക്ക് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഷീറ്റിൽ മാർക്ക് ചെയ്യാം അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഡേറ്റമ്മ ക്ലിക്ക് ചെയ്യുക മുകളിൽ ടാബുലർമ ഡേറ്റ ഉണ്ട് ഡേറ്റമ്മ ക്ലിക്ക് ചെയ്ത് താഴെ ഒന്ന് സെലക്ട് ചെയ്ത് എവിടെയെങ്കിലും കൃത്യമായിട്ട് എന്നാലും കിട്ടുള്ളൂ അങ്ങനെ എവിടെയെങ്കിലും സെലക്ട് ചെയ്തിട്ട് കൺസോളിഡേറ്റർ ക്ലിക്ക് ചെയ്യുക അതായത് ഡേറ്റ ടൂൾസിൽ കൺസോളിഡേറ്റർ ക്ലിക്ക് ചെയ്യുക അതിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള റെഫറൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് അതും കളയാം സെലക്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യത്തെ ആകുമ്പോൾ സെലക്ട് ചെയ്തിട്ട് സെം 1 ക്ലിക്ക് ചെയ്യുക സെം 1 ക്ലിക്ക് ചെയ്തിട്ട് മുകളിലെ ഡാറ്റ സെലക്ട് ചെയ്യുക മുകളിൽ നിന്നോട്ട് അവിടെ നിന്നോട്ട് സെലക്ട് ചെയ്യുക വെരി ഗുഡ് എന്നിട്ട് വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് ആഡ് ക്ലിക്ക് ചെയ്യുക വെരി ഗുഡ് ഇനി വീണ്ടും സെം 2 ക്ലിക്ക് ചെയ്യുക മുകളിലെ ഡാറ്റ സെലക്ട് ചെയ്യുക ഡാറ്റയുടെ മാത്രം വെരി ഗുഡ് വീണ്ടും അത് ആഡ് ക്ലിക്ക് ചെയ്യുക അപ്പൊ രണ്ടും സെമ്മുതായി എന്നിട്ട് നമ്മൾ എന്നിട്ട് പറയാം യൂസ് ലേബൽസ് ഓൾറെഡി ക്ലിക്കാണ് ഓക്കെ അടിച്ചോളൂ അപ്പൊ ഷീറ്റ് കണ്ട കൺസോളിഡേറ്റഡ് മാർക്കിൽ അത് വന്നു ക്ലിയർ ആയോ അതെല്ലാവർക്കും ആർക്കും ക്ലിയർ ആയി കുഴപ്പമില്ല ഞാൻ അതിന്റെ റെക്കോർഡ് തരും അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായിക്കോളും എന്താണ് കൺസോളിഡേറ്റഡ് ഡാറ്റ അതേപോലെ എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അത്യാവശ്യം ഐഡിയ ഒക്കെ ആയോ എല്ലാവർക്കും ഇല്ല